നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരുത്താനാ മോനെ അല്ലാഹ് ഖൽബ് നൽകിയത് കേട്ടോ. ഏതോ ഒരുത്തിയെ പിടിച്ചു വെക്കാനല്ല, ഏതോ ഒരു നടനെയും കൊണ്ട് പേറി നടക്കാനല്ല, ഏതോ ചില ഫാൻസിൽ കയറി തൂങ്ങാനല്ല, ഏതോ ചില കളികളിൽ തല കൊടുക്കാനല്ല മോനെ. ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ചലനത്തിലും നിശ്ചലനത്തിലും ഉയർച്ചയിലും തകർച്ചയിലും എല്ലായിടത്തും അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ലയിപ്പിച്ചു വെക്കേണ്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖുദാ की रज़ा चाहते हैं तो आलम खुदा चाहता है रज़ाए മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടെൻഷനില്ല. വിശദീകരിക്കാൻ എനിക്ക് ഭാഷയില്ല, വിശദീകരിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു, മോനെ റസൂലുള്ളാഹിനെ ഒന്ന് പ്രേമിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് രുചിച്ചു നോക്കു മോനെ. കനവിൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത്, നിലവിൽ ഹബീബിന്റെ ദർശനം, രാത്രി കിടന്നുറങ്ങുമ്പോ റസൂലുള്ളാഹിന്റെ മുഖകമലം കാണാനുള്ള നിയോഗം, പകല ഹബീബിന്റെ സുന്നത്തിന്റെ പരിപാലനം. എത്ര വലിയ ഭാഗ്യമാണ് ഈ ജീവിതം. മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കിടന്ന് കാണുന്നതും ഹബീബിനെയാണ്. പരലോകത്ത് ചെല്ലുമ്പോൾ വിളിക്കാനാകെയുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പതാക വഹിക്കുന്നത് ഹബീബല്ലേ. കൂടെ പോകാൻ അർഹതയില്ല, പങ്കുചേരാൻ ആവശ്യപ്പെടാൻ നാണമുണ്ട്, കൊതിക്കാൻ പദവിയില്ല. പക്ഷേ ആ ഹബീബ് നടക്കുന്ന വഴിയിൽ ഒന്ന് കിടന്നു കിട്ടിയാൽ പൊതിഞ്ഞു വെച്ച കിളിയുടെ കരച്ചില് കേട്ട് ഉമ്മാന്റെ അടുക്കലേക്ക് കൊടുത്തു വിട്ട തിരുനബി, വസ്ത്രമില്ലാതെ വിഷമിക്കുന്ന അനാഥന്റെ കൈപിടിച്ച് ആയിഷ ബീവിയോട് പരിചരണമേൽപ്പിച്ച തിരുനബി, കരഞ്ഞു വന്ന ഒട്ടകത്തിന്റെ മുതലാളിയോട് വാങ്ങിയിട്ട് മോചനം കൊടുത്ത തിരുനബി, കൂടുവിട്ട് വന്ന കിളിയെ പിടിച്ചിട്ട് കൂടുവിട്ട് വന്ന മാൻപേടയ്ക്ക് മാതൃത്വത്തിന് മൂല്യം കൊടുത്ത് ജാമ്യം നിന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി റസൂലാണെന്ന് പറഞ്ഞ നമ്മൾ വഴിയിൽ കിടക്കുമ്പോൾ കാലുകൊണ്ട് റഹ്മത്തിന്റെ ഒരു തട്ടു തട്ടിയാൽ പിന്നിലുള്ളത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളായിരിക്കും. തങ്ങളു തട്ടിയതല്ലേ എന്ന നിലക്കത് തട്ടാതിരിക്കില്ല. അങ്ങനെ തുടർന്ന് വരുന്ന എല്ലാവരും തട്ടി തട്ടി അവസാനം സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ എന്നാലും വേണ്ടില്ല, ഇവിടെ കസേരയിരിക്കുന്ന നിങ്ങളും അതാ നിലത്തെഴയുന്ന ഉറുമ്പുകളും ചവിട്ടിക്കൊണ്ടിരിക്കുന്ന മണൽത്തരികളും ഈ സദസ്സിൽ പങ്കാളികളായതുപോലെ സ്വഹാബികളുടെ കാൽ കീഴിൽ കിടക്കുന്ന മണൽത്തരി പോലെയെങ്കിലും സ്വർഗത്തിലെത്തിയാൽ ഫീ ജനാബി റസൂലില്ലാഹി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തായി കിട്ടും. അതുകൊണ്ട് മോനെ, ഈ യുവത്വം മാടിത്തിമർത്ത് തകർക്കാനുള്ളതല്ല, ആരോഗ്യം അടിച്ചു പൊളിച്ച് നശിപ്പിക്കാനുള്ളതല്ല, പരിഷ്കാരം പേറിയിട്ട് സംസ്കാരത്തെ ഖബറടക്കാനുള്ളതല്ല. എനിക്കും നിനക്കും ഒരു നേതാവുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്ന ഉമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന നേതാവ്.
വീട്ടിലേക്ക് ചെല്ലുമ്പോ വിഭവങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുത്ത ഉപ്പയേക്കാൾ സ്നേഹിക്കുന്ന നേതാവ്, അരമനയിൽ അത്തറും പൂശി കാത്തിരിക്കുന്ന പ്രാണസഖിയായ ഭാര്യയേക്കാൾ സ്നേഹിക്കുന്ന നേതാവ്, ഉപ്പ എന്ന് വിളിച്ച് കൈപിടിക്കുന്ന മക്കളെക്കാൾ സ്നേഹിക്കുന്ന നേതാവ്, ഹബീബായ നബിയെ ഒന്ന് പ്രേമിക്കുമോനെ. ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി. ആ ഹബീബായ നബിയെ പ്രേമിച്ചു പ്രേമിച്ച് അനുരാഗത്തിന്റെ പ്രപഞ്ചത്തിൽ ആലിംഗനം ചെയ്ത് അവിടുത്തെയുടെ പ്രണയം പ്രഖ്യാപിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. അപ്പൊ ലോകത്തുള്ള എല്ലാ മുഹിബ്ബീങ്ങളും മദീനയിൽ, ഇന്ത്യയിൽ നിന്ന് അഹ്മദ് റിളാ ഖാൻ തങ്ങൾ മദീനയിൽ, കേരളത്തിൽ നിന്ന് ഉമറുൽ ഖാദി തങ്ങൾ മദീനയിൽ, ഇനി ഞാൻ ഈ പ്രസംഗിക്കുന്ന കുണ്ടൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ മദീനയിൽ, ആരംഭപ്പൂവായ മുത്ത് റസൂലിന്റെ ഹളറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇതൊരു യാദൃച്ഛികതയല്ല, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ വരെയുള്ള ഒരു കണക്ഷനാണ്. അവിടുത്തെയുടെ മക്കൾ ഇവിടെയുണ്ട്. ആ പ്രകാശത്തിന്റെ കവാടങ്ങളാകാൻ അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അതിൽ ചാരത്തു ചേർന്നു നിൽക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ഇത് പറഞ്ഞത് ഹബീബിലേക്ക് ഞങ്ങൾക്കുമൊന്ന് കെട്ടിപ്പിടിക്കാനാണ്. ഞങ്ങൾക്ക് ഹബീബായ നബിയെ കണ്ട അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ കിട്ടിയില്ല, അവിടുത്തെ കിട്ടിയ നാഫിഅ തങ്ങളെ കിട്ടിയില്ല, അവിടുത്തെ കിട്ടിയ മാലിക് ഇമാമിനെ കിട്ടിയില്ല, അവിടുത്തെ കിട്ടിയ ഷാഫി ഇമാമിനെ കിട്ടിയില്ല, അവിടുത്തെ കിട്ടിയ മുസനി ഇമാമിനെ കിട്ടിയില്ല. ആ പരമ്പരയിൽ വന്ന് നബവി ഇമാമിന്റെ കാലൊന്നു പിടിക്കാൻ കഴിഞ്ഞില്ല. ആ പരമ്പരയിൽ വന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെയും കാണാൻ ഭാഗ്യമുണ്ടായില്ല. ആ താവഴിയിൽ വന്ന സൈനുദ്ദീൻ മഖ്ദൂമുമാരെയും സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെയും മഖ്ദൂമുമാരെയും ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ താവഴിയിൽ വന്ന ഉസ്താദിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതീ വലിയ പരമ്പരയിലേക്കുള്ള ഒരു കണക്ഷനാക്കി ചേർത്തു തരണം റഹ്മാനേ. ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ വഫീ മദ്ഹിഹി കുല്ലുൻ യജിഉ വയദ്ഹബു. ഇലകൾ ഇളകുന്നത്, ആകാശം ഗരിമയോടെ നിൽക്കുന്നത്, മരം ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത് എല്ലാം പ്രകീർത്തനത്തിന്റെ താളങ്ങളാണ്. ഒരു മരത്തിലേക്ക് നോക്കൂ, എത്ര ഭാവങ്ങളാണ്. ചിലത് ആരോഗ്യത്തോടെ, ചിലത് ആരോഗ്യമില്ലാതെ, ചിലത് താഴോട്ട്, ചിലത് മേലോട്ട്. അതൊരു ഗാനത്തിന്റെ ലയം പോലെയാണ്. അപ്പോൾ ഇതിന്റെ കവിത ഹബീബിന്റെ മദ്ഹാണ്, അത് അലങ്കാരമല്ല. തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. നബിതങ്ങൾ വിളിച്ചപ്പോ പാദമില്ലാതെ നടന്നു ചെന്നു മരങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിലായി മരിക്കാൻ ഞങ്ങൾക്ക് നിയോഗം തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ വലിയ മഹാനായിരുന്നു. റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ചു. അവസാനം ആ ഹബീബിനെ കണ്ടു മരിക്കാൻ ഭാഗ്യത്തിനു വേണ്ടി ജീവിച്ചു.
മഹാനായ അഹ്മദ് റിളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്ന രാത്രിയിൽ ഫലസ്തീനിൽ ജീവിച്ചിരുന്ന വലിയ ഒരു മഹാൻ അതാ സ്വപ്നം കാണുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. കൂടെ അതാ സ്വഹാബികളും നിൽക്കുകയാണ്. ഫലസ്തീനിലുള്ള ഈ മഹാനായ ശൈഖ് സ്വപ്നം കാണുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതുപോലെ തന്നെ അതാ കിബാറു സ്വഹാബയെ മുഴുവനും കാണുന്നു. സന്തോഷത്തോടെ ആരെയോ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ചോദിച്ചു, തങ്ങളെ ആരെ കാത്തു നിൽക്കുകയാണ്? അത് അഹ്മദ് റിളാ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നിന്നൊരാള് വരാനുണ്ട്, അയാളെ കാത്തു നിൽക്കുകയാണ്. ചുരുക്കി പറയട്ടെ, ഇതെന്റെ വകയല്ല, ശർഹ് മൻദൂമത്തുസ് സലാമിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അതാ മഹാനായ ഫലസ്തീൻകാരനായ ശൈഖ് പിറ്റേന്ന് രാവിലെ തന്നെ ഇന്ത്യയിലേക്ക് വരാൻ ഉദ്ദേശിച്ചു. ഇന്ത്യയിലേക്ക് വിസ സംഘടിപ്പിച്ച് ഡൽഹിയിൽ വന്ന് ബറേലി അന്വേഷിച്ച്, ബറേലിയിൽ വന്ന് അഹ്മദ് റിളായെ അന്വേഷിക്കുമ്പോ അവര് പറഞ്ഞു, അയലാ ഹസറത്തല്ലേ, മഹാനവറുകൾ വഫാത്തായി പോയെന്ന്. വീടന്വേഷിച്ച് ചെന്നപ്പോൾ മഹാനവറുകളുടെ ഖബറാണ് കാണുന്നത്. വീട്ടുകാരോട് പരിചയപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, വാപ്പ എപ്പോഴാണ് മരണപ്പെട്ടത്? മക്കള് പറഞ്ഞു, വാപ്പ വഫാത്തായ സമയം അതേ സമയത്തു തന്നെയാണ് ഫലസ്തീൻകാരനായ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കാത്തു നിൽക്കുന്നത് കണ്ടത്. അപ്പൊ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു എന്ന് മനസ്സിലായി. ഇതേ സംഭവം തന്നെ ഇബ്നു ഹജർ തങ്ങളുടെ പരാമർശത്തിലും കാണാനിടയായിട്ടുണ്ട് അടുത്ത്. ഇതുപോലെ എത്രയോ മഹാന്മാർ നബിതങ്ങൾ കാത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റിബഈ ഇബ്നു ഖിറാശ് തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത് വഫയാത്തുൽ അയാനിലുണ്ട്. അതുപോലെ ഒരുപാട് മഹാന്മാര് ഹബീബിന്റെ കൈത്തണ്ടയിലേക്ക് ചെന്നു. അല്പനേരം തിരുനബി തങ്ങളെ പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് മാദിഹീങ്ങൾ ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും എത്തിയ നാടാണിത്. ഇവിടെ വിശ്രമിക്കുന്ന മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിൽ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബുകളെ, ഇത് കേവലം ഒരു പ്രസംഗത്തിനോ കേൾക്കാനോ ഉള്ള വേദിയല്ല, ആത്മാർത്ഥമായി നബിയെ അറിയാനുള്ള വേദിയാണ്. ഞാൻ പറയുന്ന പ്രഭാഷകനല്ല, കൂട്ടത്തിൽ ഒരു ഹദീസ് ഓതുന്നയാളെ പോലെ മൗലിദ് ചെല്ലുമ്പോ വ്യത്യസ്ത ആളുകൾ ഓതുമല്ലോ, അതുപോലെ ഓതിയതാണ്. നമ്മൾ കണ്ടില്ലേ, എത്രയോ പേരെ സ്വപ്നം കണ്ടു. ഇന്നലെ രാത്രി ആരെ കണ്ടു മോനെ? കുറച്ചു ദിവസം മുമ്പ് ആരെയൊക്കെ കണ്ടു രക്ഷിതാവേ? വാപ്പാനെ, ഉമ്മാനെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, കൂട്ടുകാരെ, കുടുംബങ്ങളെ, പലരെയും കണ്ടിട്ട് ഒരു തവണയെങ്കിലും ഹബീബായ നബിയെ കണ്ടിട്ടുണ്ടോ? എവിടെയാണ് നമ്മുടെ പ്രേമം? എവിടെയാണ് നമ്മുടെ സ്നേഹം? അതുകൊണ്ട് കിടന്നുറങ്ങുമ്പോ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കാനും, അതാ ഇമ മൂട്ടുമ്പോഴേക്ക് മദീന കണ്ണിൽ വരാനും, ഹബീബായ നബിയെ ഒരുപാട് തവണ കാണാനും തൗഫീഖ് നൽകണം റഹ്മാനേ. വിദൂരത്താണെന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. സാധുവായ ഞാൻ എല്ലായിടത്തും ഈ വിഷയം പറയാറുണ്ട്. എത്രയോ മുഅ്മിനീങ്ങൾ കണ്ടവർ വിളിച്ചു പറയാറുണ്ട്. അതിൽ എത്ര ആളുകൾക്ക് യാഥാർത്ഥ്യം അനുഭവിച്ചു എന്ന് എനിക്കറിയില്ലെങ്കിലും ഹബീബായ നബിയെ കണ്ടു എന്ന് സന്തോഷത്തോടെ പറഞ്ഞ എത്രയോ സ്വാലിഹീങ്ങളുണ്ട്. സന്തോഷം പറയട്ടെ, ഇന്നും ഇങ്ങോട്ട് വരുമ്പോൾ
തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് നിന്ന് ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ റസൂലുള്ളാഹിനെ കണ്ട സന്തോഷം പറയാനാണ്, പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുപോലെ ഇന്നും സ്വാലിഹീങ്ങൾ കാണുന്നുണ്ട്. ആ ഹബീബായ നബിയെ കാമിലായ നിലക്ക് കണ്ടു മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ, തൗഫീഖ് തരണേ റഹ്മാനേ. അല്ലാഹുവിന്റെ ഹബീബിനോട് മായമില്ലാത്ത പ്രേമവും അടങ്ങാത്ത ആവേശവും അവിടുത്തെ ആലിംഗനം ചെയ്യാനെന്ന് പറയാൻ അവകാശമില്ല. കാലൊന്ന് കൂട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ.